ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷ് ആൻഡ് മീ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അടിപൊളി കണ്ടൻസുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട് ട്രിപ്പ് പോയ വീഡിയോ ആണ്. ഒരു 2 ദിവസത്തെ ട്രിപ്പായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്. നമ്മൾ ഒരു രാത്രി ഒരു 12 ഒക്കെ ആയപ്പോൾ തന്നെ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു. കാർ എടുത്തിട്ടാണ് ഞാനും വിഷ്ണു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കാടിനുള്ളിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു നല്ല ടൈമിങ്ങിലായിരുന്നു, നല്ലൊരു കാലാവസ്ഥയും നല്ല സാഹചര്യത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 ഇയർ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇപ്പോഴാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഭയങ്കര എന്താ പറയുക, പ്രകൃതി രമണീയത നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു നവംബർ മാസം ആയതുകൊണ്ട് എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ് ഉണ്ടാവുക. അതുമല്ല വയനാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കായിരിക്കും, നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സമയമായിരുന്നു. മാത്രമല്ല ഈ പോകുന്ന വഴികളെല്ലാം ഭയങ്കര കാണാൻ ഒരുപാട് എന്തൊക്കെയോ ഉണ്ട്. ഇതേപോലെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതും ഒക്കെ കാണാൻ നല്ല രസമുള്ളൊരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് വയനാട്. നമ്മൾക്ക് എത്ര പോയാലും എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകളാണ് വയനാട്ടിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വയനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ് മനസ്സിൽ വരുന്നത്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാവരും എന്തായാലും വയനാടിനെ സപ്പോർട്ട് ചെയ്യുക, പഴയ പോലെ നമ്മുടെ വയനാട്ടിനെ തിരിച്ചു കൊണ്ടുവരിക, അതിൻ്റെ ബ്യൂട്ടി നമുക്ക് അതുപോലെ നിലനിർത്തണം. ഒരുപാട് അടിപൊളി ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മളെ വയനാട്ടിലുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും വയനാട്ടിൽ പോവാത്തവർ എന്തായാലും വയനാട്ടിൽ പോവുക. നമ്മൾ മറ്റ് പല നാട്ടിലെത്തിയും ഭംഗി കാണാൻ വേണ്ടി നമ്മൾ പോകും, പക്ഷെ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിർത്തിയിട്ടപ്പോൾ ആ ചായക്കടേനെ തൊട്ട് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. മേലെ ഒരു ഇതേപോലെ പാറക്കെട്ടുന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ റൂട്ട് മാപ്പൊക്കെ തെറ്റിയിട്ടൊക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ട് നമ്മൾ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകാനും സ്റ്റേ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നതിന് മുന്നേ ആദ്യമേ എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാനും പറ്റും, എല്ലാ സ്ഥലവും കാണാനും പറ്റും. വയനാട്ടിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, കാണാൻ ഉള്ള സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് തന്നെ പോവാം. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ എവിടെയും ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്ലാനും ഇല്ലാണ്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസിഡൻസിയിൽ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ പോകുന്നത് ഫസ്റ്റ് തന്നെ ബാണാസുര ഡാമിലേക്കാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മളെ റൂമിൽ തന്നെ ഒരു വലിയ വിൻഡോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നല്ല വൃത്തി കാണാൻ പറ്റും. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ റെഡിയാവുകയാണ് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ മൊത്തം മഞ്ഞ് മൂടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല ഒരു തണുപ്പുള്ളൊരു സമയമായിരുന്നു. ഇങ്ങനെ മലേൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറയുന്നത് മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്നൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ബാണാസുര ഡാമിലെത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ സ്ഥലം ഇന്ന് തന്നെ കവർ ചെയ്യാനുള്ള കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ കുറവായിരുന്നു. നമ്മൾ രാവിലെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനമായിട്ട് എല്ലാം നല്ല വൃത്തി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. എൻട്രൻസ് തന്നെ 2 സൈഡിലും നിറച്ചും പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. MCOM ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവിടത്തേക്കാണ് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് മേലേക്ക് പോവാണ്. ഇവിടുന്ന് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബസ് നമുക്ക് കിട്ടും കേട്ടോ.
ഇത് കണ്ടില്ലേ, അതേപോലത്തെ ബസ്സിൽ നമുക്ക് നേരെ മുകളിലേക്ക് തന്നെ എത്താൻ പറ്റും. ബസ്സിൽ അങ്ങനെ അധികം ആളൊന്നുമില്ല, ഒരു 4-5 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനമായിട്ട് പോകാനും മൊത്തത്തിൽ നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും എത്രയോ ഭംഗിയാണ് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ. രാവിലെയുള്ള ആ ഒരു ഭംഗി, അതൊരു ഭയങ്കര ഭംഗി തന്നെയാണ്. ആ ഒരു തണുപ്പും മഞ്ഞു മൂടിയ മലകളും നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയും എല്ലാം ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ അകത്ത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് മരങ്ങൾ, ചെടികൾ, അങ്ങനെ എന്തൊക്കെയോ കാണാനുണ്ട്. പിന്നെ ഈ ഒരു മേലേക്കുള്ള ഭാഗം മൊത്തം ഈ മരങ്ങൾക്കിടയിൽ അവർ ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ആടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലുകൾ. നല്ല ഒരു രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മീൻമുട്ടി വാട്ടർഫോൾസിലേക്കാണ്. പക്ഷേ മോസ്റ്റ്ലി ഞാൻ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുമുണ്ട് ഞങ്ങൾ പോയേ. അങ്ങനെ എന്താ പറയുക, മീൻമുട്ടി വാട്ടർഫോൾസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ കാണാം, സ്റ്റേ ചെയ്യാൻ പറ്റിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വണ്ടി താഴെ വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കുറേ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് പോയി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുന്നത്. അവിടുന്ന് മുകളിലേക്ക് ഭയങ്കര മുകളിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ പോകാനുള്ളത്. നമുക്ക് വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും അതിൻ്റെ ഭംഗി ഒട്ടും നശിപ്പിക്കാതെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ഈ പോകുന്ന വഴികളൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് ആ ഒരു എങ്ങനെയാണ് ആ സ്ഥലം ഉള്ളത് അതുപോലെ തന്നെയാണുള്ളത്. പക്ഷേ നല്ല സേഫ്റ്റിയിലാണ് കേട്ടോ എല്ലാം കെട്ടിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ MCOM പഠിച്ച സമയത്ത് പോയ ടൈമിൽ നിറച്ചും ആൾക്കാരായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, മഴ സീസണൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമുക്ക് മേലേക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ താഴ്ന്ന് കണ്ടു തിരിച്ചു വന്നു മാത്രം. പക്ഷേ ഇപ്പം ഞാനും വിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികം ആൾക്കാരേ ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് നല്ല സമാധാനത്തിലെല്ലാം കണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓരോരോ സ്ഥലത്തായിട്ട് ഇവർ ഗേറ്റ്സിന് വെച്ചിട്ടുണ്ട്. സേഫ്റ്റിക്കൊക്കെ ഇവിടെ നമ്മൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല, എവിടെയും കയറാനും ഒന്നും പറ്റില്ല. ഇനി നമ്മൾ നടന്ന് മേലേക്ക് പോവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഏറ്റവും മുകളിൽ ആ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇതുവഴി കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ താഴെ ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു മേലെ വരെ പോയിട്ട് വരാം. എന്താണെന്നറിയില്ല, ആ സമയത്ത് നമുക്കങ്ങനെ കയറാനുള്ള ഒരു സ്പിരിറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മേലെ വരെ നമ്മൾ കയറിയിട്ട് അതുകൂടെ നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കണ്ടില്ലേ, പെണ്ണുങ്ങൾ തന്നെയാണ് ഗൈഡ്സ് ആയിട്ടുള്ളത്. നമ്മുടെ അമ്മേൻ്റെ പ്രായക്കുള്ള ആൻറ്റീസ്മാരാണ് നമ്മളെ അവിടെ ഗൈഡ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഡെയിലി അവർ ഈ ഒരു
എന്താ പാറ കയറി ഇറങ്ങണം, അവരെ സമ്മതിക്കണം എന്ന് ഞാൻ ശരിക്കും അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അതൊക്കെ ശീലമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ താഴ്ന്ന് ഇവിടെ കയറി വന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചത്തു എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒന്ന് കാല് തെറ്റിയാൽ നമ്മൾ താഴിൽ കിടക്കും. ആ ഒരു കണ്ടില്ലേ, ഒട്ടും ഗ്രിപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയും ധൈര്യം ഉണ്ടെങ്കിൽ കയറി വരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ആരും ഇതൊന്നും ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത്. എന്തോ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പവർ ഉണ്ടായതുകൊണ്ട് നമ്മൾ കയറി. അതുകൊണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെയൊന്നും കയറിയിട്ടില്ല. വിഷ്ണു ഉള്ളതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ കയറി. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും വെള്ളം താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത്. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ ഈ കയർ മാത്രം പിടിച്ചിട്ടാണ് നമ്മൾ കയറി വരുന്നത് കേട്ടോ. എല്ലാവരും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും വയനാട്ടിൽ വന്നിട്ടുണ്ടാവും, മുന്നോട്ട് വാട്ടർഫോൾസിൽ വന്നിട്ടുണ്ടാവും. പിന്നെ വരാത്തവരൊക്കെ എന്തായാലും വന്നിട്ടൊന്ന് എൻജോയ് ചെയ്യുക. അങ്ങനെ മേലെ നമ്മൾ എത്തിയിട്ട് നമുക്ക് അതിൽ കൂടെ സൈഡിലേക്ക് ഇതുപോലെ റോഡുണ്ട് താഴിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്.